നാരായണായ നമ. സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന വിഷയമെന്ന് പറയുമ്പോൾ ഏറെക്കുറെ ആൾക്കാരും ഗ്രഹദോഷങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന സമയങ്ങളുണ്ടാകും ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും. അപ്പോൾ ഈ ഗ്രഹദോഷത്തിൻ്റെ പ്രായശ്ചിത്തങ്ങൾ അല്ലെങ്കിൽ പ്രതിവിധികൾ ഏതൊക്കെ രീതിയിൽ വളരെ ചെറിയ രീതിയിൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രേക്ഷകരുടെ അറിവിലേക്ക് പകർന്നു തരുന്നത്. ഇവിടെ ഈ ഗ്രഹപ്പിഴയുള്ള കാലങ്ങളിൽ ചെറുതായിട്ട് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ആചരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് പ്രതിവിധികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ആദിത്യനും കുജനും, കുജനെന്ന് പറയുമ്പോൾ ചൊവ്വ, അങ്ങനെയുള്ള ഗ്രഹങ്ങൾ, ഈ രണ്ട് ഗ്രഹങ്ങളുടെയും ദോഷഭാവങ്ങളിൽ നിൽക്കുന്ന ഒരു സമയത്ത് ചുവന്ന നിറത്തിലുള്ളതും ചുവന്ന നിറത്തോടു കൂടിയ പുഷ്പം, വസ്ത്രം എന്നിവയാണ് ആദിത്യനും കുജനും ഏറ്റവും പ്രിയപ്പെട്ട നിറം എന്ന് പറയുന്നത്. ഞാൻ ആദ്യം ഏതൊക്കെ നിറങ്ങളാണെന്ന് ഗ്രഹദോഷത്തിനുള്ളത് പറഞ്ഞിട്ട് കാര്യം പറയാം. ചന്ദ്ര ശുക്രന്മാർക്കാണെങ്കിൽ വെളുത്ത നിറവും ശനിക്ക് കറുത്തതും വ്യാഴത്തിന് മഞ്ഞയും ബുധഗ്രഹത്തിനാണെങ്കിൽ പച്ച നിറത്തിലുള്ളതുമായ പുഷ്പങ്ങളാണ് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറയുന്നത്. ഇവിടെ ഗ്രഹപ്പിഴയുള്ള കാലത്ത്, ഈ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ ഗ്രഹപ്പിഴ കാലത്ത് ഈ അതാത് നിറത്തിലുള്ള പുഷ്പങ്ങളെ കൊണ്ട് ഈ പിഴച്ചു നിൽക്കുന്ന ഗ്രഹത്തിനെ പൂജിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ പുഷ്പങ്ങൾ കൊണ്ട് ആയിരിക്കണം പൂജ ചെയ്യേണ്ടത്. അത്തരം പൂക്കൾ തന്നെ ദേഹത്ത് ധരിക്കുക അല്ലെങ്കിൽ ചൂടുകയും ചെയ്താൽ ആ ഗ്രഹം പ്രീതിപ്പെടും എന്നുള്ളതാണ്, സന്തോഷവാനായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗ്രഹപീഡാദോഷത്തെ ഇല്ലാതാക്കുന്നതുമായിരിക്കും ഈ വിധിപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്രകാരം തന്നെ അതാത് ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള രത്നങ്ങളും മുൻപറഞ്ഞിട്ടുള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ എന്നിവ ദേഹത്ത് ധരിക്കുന്നതും ഈ ഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുന്നതും നമസ്കരിക്കുന്നതും എല്ലാം, അതിൻ്റേതായ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഹോമം ചെയ്യുന്നതുമൊക്കെ നല്ലതാകുന്നു. ഈ ഗ്രഹദോഷത്തിനുള്ള ആദിത്യ ഗ്രഹദോഷ മന്ത്രം, ചന്ദ്രഗ്രഹദോഷ മന്ത്രത്തിനൊക്കെ മന്ത്രങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലയിടത്തും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് പറയാൻ. അതുകൊണ്ട് ഞാൻ ഇവിടെ അത് അവതരിപ്പിക്കുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ജപിക്കുകയും ഹോമം ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. ഓരോ ഗ്രഹങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള രത്നങ്ങളാണ് വിധിച്ചിരിക്കുന്നത്. ഗ്രഹവും പിഴച്ചു നിൽക്കുന്ന കാലത്ത് ദാനം ചെയ്യേണ്ടതുമായ വസ്തുക്കളെയും വർജിക്കേണ്ട പ്രവൃത്തികളെയും ഒക്കെ അനുഷ്ഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇവിടെ ആദിത്യന് മാണിക്യവും ചന്ദ്രന് മുത്തും ചൊവ്വയ്ക്ക് പവിഴവും ബുധന് മരതക രത്നവും വ്യാഴത്തിന് പുഷ്യരാഗവും ശുക്രന് വൈരവും ശനിക്ക് ഇന്ദ്രനീലക്കല്ലും രാഹുവിന് ഗോമേതകവും കേതുവിന് വൈഡൂര്യവുമാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇവിടെ പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയാനുള്ളത്, യന്ത്രങ്ങൾ ധരിക്കുമ്പോൾ യന്ത്രങ്ങളല്ല, ഈ വൈഡൂര്യം പോലെയുള്ള അല്ലെങ്കിൽ രത്നങ്ങൾ ധരിക്കുമ്പോൾ അറിയാവുന്ന ഒരു ആചാര്യനെ കൊണ്ട് മാത്രം അത് ചെയ്യിക്കുക. ശരിയായ രീതിയിൽ അതിനെ പൂജ ചെയ്ത് സ്ഫുടം ചെയ്ത് മാത്രം ഗ്രഹദോഷം മനസ്സിലാക്കി ധരിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ഏറ്റവും ഉത്തമം ആ രീതിയിലായിരിക്കും. ഏത് ഗ്രഹമാണോ പിഴച്ചു നിൽക്കുന്നത് ആ ഗ്രഹത്തിന് പറഞ്ഞ രത്നം ദേഹത്തിൽ ധരിക്കുന്നതാണ് അതാത് ഗ്രഹപ്രീതിക്ക് നല്ലത് എന്ന് പറയുന്നത്. ഗ്രഹപ്രീതിക്ക് നല്ലതെന്ന് പറയുമ്പോൾ ഇത് ധരിക്കുമ്പോൾ തന്നെ ശരീരത്തിൽ ഈ രത്നം തട്ടി നിൽക്കുന്ന രീതിയിലായിരിക്കണം ധരിക്കാനുള്ളത്. ഈ രീതിയിലാണ് ഗ്രഹദോഷങ്ങൾക്കുള്ള പ്രതിവിധികൾ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ഉപയോഗപ്രദമായി തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി
ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.